ജന്മത്ത് സർപ്രൈസ് പൊളിക്കാൻ വേണ്ടി പല കാര്യങ്ങളും ചെയ്യാറുണ്ട്. പക്ഷെ അവൻ അത് അറിഞ്ഞുകൂടാത്ത രീതിയിൽ അത് ഹാൻഡിൽ ചെയ്യും. പ്രാങ്ക് ചെയ്യാനായിട്ട് അനൂപ് വേറെ ലെവലാണ്. ഏറ്റവും ആദ്യം കാണുന്നത് ഈ പറഞ്ഞ പോലെ കേറി വരുമ്പോ കാല് തിരുമ്മിക്കൊണ്ടിരിക്കുക. ചില ഇന്റർവ്യൂസ് ഇപ്പം ആരെങ്കിലും ഇപ്പം ഞാൻ ധ്യാനിന്റെ ഒക്കെ ഇന്റർവ്യൂ ശ്രീനിവാസ് സാറും വിനീത് എണ്ണക്കും ധ്യാനിനെ ഇങ്ങനെ പുകഴ്ത്തി പറയും. വിനീത് അതേപോലെ ധ്യാനും എല്ലാരും. അപ്പൊ ഞാൻ ഇന്റർവ്യൂ കണ്ടോണ്ടിരിക്കുമ്പോ ഞാൻ എന്റെ പപ്പയമ്മയടുത്തും എന്റെ ചേച്ചിമാരെ മക്കളൊക്കെ ഇരിക്കും. കണ്ടുപാടി കണ്ട ഓരോ മക്കളെ പറ്റി അല്ലെങ്കിൽ ഓരോ സഹോദരങ്ങളെ പറ്റി പറയണ കണ്ട. കല്യാണമൊക്കെ വരുന്നുണ്ടായിരുന്നു. ഒരു കല്യാണം പറഞ്ഞിട്ട് ഞങ്ങൾ ഇത് കഴിഞ്ഞിട്ട് ഒന്നിച്ച് ഫുഡ് മേടിക്കുക, അതാണ് ഉദ്ദേശിച്ചത്. അല്ലല്ല, കല്യാണം കാര്യമായിട്ട് നോക്കിക്കൊണ്ടിരിക്കുമ്പോൾ ഞങ്ങൾ എല്ലാവരും കൂടി അങ്ങനെ ഒരു വൃത്തിയുടെ സ്വഭാവമുണ്ട്. കല്യാണത്തിനെക്കാട്ടിലും നല്ല ഡ്രസ്സ് ഇട്ടിട്ട് ഇങ്ങനെ വരുള്ളൂ. സകല സെന്റർ ഓഫ് അട്രാക്ഷൻ ആൾക്കാർ മുഴുവനും നോക്കിയും കല്യാണ ചെക്കനും പെണ്ണും നല്ല അടിപൊളി ഡ്രസ്സ് ഇങ്ങനെ നോക്കാം. അതിനെക്കാട്ടിലും നല്ല ഇപ്പൊ കണ്ടില്ലേ നോക്കി. ഇനി നീ എന്നെ പുകഴ്ത്തി പറഞ്ഞ എന്റെ ഹൃദയം തന്നെ ഞാൻ എന്റെ ജീവിതത്തിൽ ഒരു 100 ദിവസങ്ങളായിരുന്നു അവിടെ. അല്ലാതെ ആ 100 ദിവസത്തിന് വേണ്ടി ജീവിച്ച ആളല്ല ഞാൻ. എൻ്റെ ഒരു സ്ട്രഗിൾ ഉണ്ട്, 20 വർഷത്തെ സിനിമ സ്ട്രഗിൾ ഉണ്ട്. ആ സ്ട്രഗിൾ എന്ന് പറയുന്നത് ഇടയ്ക്കിടയ്ക്ക് ദൈവം എവിടെയെങ്കിലും ഒരു പ്രതീക്ഷകൾ നൽകാറുണ്ട്. ഇപ്പൊ ഞാൻ പറഞ്ഞ കൊച്ചുണ്ണി എന്ന സീരിയൽ അവിടെ ഒരു പ്രതീക്ഷ നൽകി. മണിക്കൂറിന്റെ മുഖത്താണെങ്കിൽ അർത്ഥവരില്ലാത്ത സീരിയസ് ഗൗരവം. പിന്നെ അവിടുന്ന് അനൗൺസ് ചെയ്ത് ഇങ്ങനെ മരക്കാറിന് നാഷണൽ അവാർഡ് ഉണ്ട്. ഞാൻ അതിന്റെ ഭാഗമായിരുന്നു മരക്കാറ്. ഹാർവിയോറ, ദ എക്സ്ക്ലൂസീവ് കളക്ഷൻ ഓഫ് അഡീനിയം പ്ലാന്റ്സ്. ഇനി നിങ്ങളുടെ വീടിന്റെ അകത്തളങ്ങളിൽ ഹാർവിയോറ അഡീനിയം പ്ലാന്റ്സ് പുഷ്പിച്ചു നിൽക്കും. വെബ്സൈറ്റ് വഴി ഓർഡർ ചെയ്ത് കഴിഞ്ഞാൽ ഇന്ത്യയിൽ എവിടെയും ഫ്രഷ് ആയി ഞങ്ങൾ അഡീനിയം പ്ലാന്റ് നിങ്ങളുടെ വീട്ടിൽ എത്തിച്ചു തരും. കൂടുതൽ വിവരങ്ങൾക്കായി ഹാർവിയോറ വെബ്സൈറ്റ് സന്ദർശിക്കുക. അടുത്ത ഞെട്ടാനാണ്. ഓക്കെ, ഒരു അങ്ങനെ നോക്കണ്ട, ഇവിടെ നോക്ക്. എന്നെ മാത്രം നീ തിരിഞ്ഞിരിക്കയല്ല, നീ ഒളിച്ചു നിന്നാൽ എനിക്ക് മനസ്സിലാവും നിന്റെ സൗണ്ട് കേട്ടോ. താങ്ക് യു ബാഡി. നീ എവിടെ ചെന്ന് നിന്നാലും എനിക്ക് മനസ്സിലാവൂടാ. എങ്ങനെയൊക്കെ സൈഡ് തിരിഞ്ഞ് നിന്നാലും. അയ്യോ, അത് ഭയങ്കര സർപ്രൈസ് ആയി പോയി. ഭയങ്കര സർപ്രൈസ് ആയി. ഇവ ഇന്നൊന്നും വിളിച്ച് പറഞ്ഞൊന്നുമില്ല. ഞാൻ ഇങ്ങനത്തെ ഷോയിൽ വരാൻ പോണെന്ന് രാവിലെ വിളിച്ചു പറഞ്ഞു. ഇല്ലില്ല, ഇവൻ വല്ലപ്പോഴും ആൾക്കാർ അങ്ങനെയൊക്കെ ചെയ്യാറുണ്ട്. ഞങ്ങൾക്ക് ഇവിടെ അങ്ങനത്തെ പണി കിട്ടിയിട്ടുണ്ട്. ചില ആൾക്കാര് ജന്മത്ത് സർപ്രൈസ് പൊളിക്കാൻ വേണ്ടി പല കാര്യങ്ങളും ചെയ്യാറുണ്ട്. പക്ഷെ അവൻ അത് അറിഞ്ഞുകൂടാത്ത രീതിയിൽ അത് ഹാൻഡിൽ ചെയ്യും. പക്ഷെ ഇന്ന് എന്നെ അങ്ങനെ പ്രാങ്ക് ചെയ്യാനായിട്ട് അനൂപ് വേറെ ലെവലാണ്. നിങ്ങൾ ബിഗ് ബോസിൽ നിന്ന് പരിചയപ്പെട്ട ഒരു ഫ്രണ്ട്ഷിപ്പ് തന്നെയാണോ ഇത്, അതോ അതിന് മുന്നേ നിങ്ങൾക്ക് പരിചയമുണ്ടോ? ഏറ്റവും ആദ്യം കാണുന്നത് ഈ പറഞ്ഞ പോലെ കേറി വരുമ്പോ കാല് തിരുമ്മിക്കൊണ്ടിരിക്കുക. അവിടെ വെച്ചാ കാണുന്നത് മണിക്കുട്ടന്റെ കള്ളത്തരങ്ങളും എന്നോ ഇതും. നമുക്കിന്ന് മൊത്തത്തിൽ ഇവിടെ മേക്കപ്പെട്ട് വന്ന് നിൽക്കുന്ന ആളെ ചെളി വാരി എറിയുന്ന പോലെ സത്യങ്ങളെല്ലാം ഇവിടെ അനൂപ് ഇവിടെ തുറന്നു പറയുന്നതായിരിക്കണം. അതിപ്പോ മഞ്ഞ കളറാക്കി തരാം ഞാൻ. ഞങ്ങൾ ഇപ്പൊ മഞ്ഞയാക്കി തരാം. ഒറ്റ കാര്യം, ഒരു കാര്യം, ഞാൻ ഈ പറഞ്ഞ എപ്പോഴും ഫോൺ കോൾ ചെയ്യാറില്ല, അല്ലെങ്കിൽ ചിലപ്പോൾ കാണാനൊന്നും സൗഹൃദങ്ങളെ കാണാനൊന്നും എനിക്ക് എൻ്റെ ഒരു രീതി അതാണ്. ചില സാഹചര്യങ്ങളിൽ ഇറങ്ങി കഴിഞ്ഞാൽ പിന്നെ ഞാൻ അതിന്റെ ഒരു കുതിരക്ക് പക്ഷെ അനൂപ് അങ്ങനെയല്ല കേട്ടോ. അനൂപ് എന്നെ ഇടയ്ക്കിടയ്ക്ക് വിളിക്കും. എറണാകുളത്ത് വരുമ്പോഴത്തേന് ഈ പറയുന്ന പോലെ അവരെപ്പോഴും ആ ഒരു ഞാൻ പറയട്ടെ പാലക്കാടിന്റെ ഒരു സ്നേഹം അവൻ എപ്പോഴും മെയിൻറ്റെയിൻ ചെയ്യും. ഞങ്ങള് തിരുവനന്തപുരംകാരെ പോലല്ല, ഞങ്ങള് കുറച്ച് സ്നേഹമൊക്കെ പ്രകടിപ്പിക്കുന്ന ആൾക്കാരാണെന്നല്ലേ കണ്ടുപിടിക്കാൻ തിരുവനന്തപുരംകാര്. കണ്ടോണ്ടിരിക്കല്ലേ. അല്ല അനൂപ് ചെന്നപ്പോ ജാട പിടിച്ച് അയ്യോ ഒന്നുമില്ല, ജാടല്ല. ആള് മറ്റേ എനിക്ക് തോന്നുന്നു CCL പരിക്ക് പറ്റിയിട്ടേ. അപ്പൊ ആ കാലിന്റെ മുകളിലൊരു ആംഗിൾ ഇഞ്ചുറി ആയിട്ട് അതിങ്ങനെ ഐസിട്ടോണ്ടിരിക്കുമ്പോഴാണ് ഞാൻ ഈ കയറി വരുന്നത്. ഞങ്ങൾ അവിടെ കാണുന്നത് ആദ്യമായിട്ട് ലൈക് ഞാൻ കണ്ടിട്ടുണ്ട്. ഞാൻ ഈ പറഞ്ഞ പോലെ ഈ കോഴിക്കോട് ഉണ്ടായിരുന്ന അമ്മ ഇവന്റിന്റെ സമയത്ത് മണിക്കൂട്ടൻ ഡാൻസ് ചെയ്യുന്നതും അങ്ങനെ പ്രോഗ്രാം അവതരിപ്പിക്കുന്നതും കണ്ടിട്ടുണ്ട്. അതല്ലാണ്ട് എന്റെ കുറെ കോമൺ സുഹൃത്തുക്കൾ ഇവര് US ഷോ അല്ലെങ്കിൽ വേറെ വല്ല സ്ഥലത്തേക്ക് പോയതിന്റെ കുറെ കണ്ണട ഇറക്കിണ്ടല്ലോ പുതിയത്. കഴിഞ്ഞ ദിവസം ഒരു വെള്ള കണ്ണട കണ്ടു ഞാൻ. പഴുത്തളിഞ്ഞിരിക്കുകയാണ് ഫ്രഷ്. എല്ലാം ഒന്ന് ഷോ ആണല്ലോ. പക്ഷെ ലുക്ക് ഉണ്ടല്ലേ മൊത്തത്തിലൊരു എന്താ അതെ, അത് അവൻ എപ്പോഴും പോസിറ്റീവ്. അവന്റെ ഒരു സ്വഭാവം അതാ. അതുകൊണ്ടല്ലേ അല്ല കല്യാണമൊക്കെ വരുന്നുണ്ടായിരുന്നു. ഇല്ല.
ഒരു കല്യാണം പറഞ്ഞിട്ട് ഞങ്ങൾ ഇത് കഴിഞ്ഞിട്ട് ഒന്നിച്ച് ഫുഡ് കഴിക്കുക, അതാണ് ഉദ്ദേശിച്ചത്. ഓ, ആ കല്യാണം എന്നാണോ ഉദ്ദേശിച്ചത്? അല്ലല്ല, കല്യാണം ഒരു കല്യാണം കാര്യമായിട്ട് നോക്കിക്കൊണ്ടിരിക്കുന്നുണ്ട് ഞങ്ങൾ എല്ലാവരും കൂടിയിട്ട്. ആണോ? കെട്ടിച്ച് അടങ്ങുള്ളെന്നാണ്. ഈ അനൂപ് എന്റെ കല്യാണം നോക്കി അനിയന്റെ കല്യാണം നടത്തി കൊടുത്ത് ആരെങ്കിലും ഒരു കല്യാണം നടത്തി അവന് പറ്റുള്ളൂ. അപ്പൊ പറഞ്ഞു നിന്നെന്ന് പറയും ഞാൻ എന്റെ അനിയനെ കെട്ടിക്കാം. എന്നിട്ട് എന്ത് ഭയങ്കര ഹാർഡാണോ? പെണ്ണ് കിട്ടുന്നില്ല? അതല്ല, എന്താ സംഭവം, ഇത് ഈ മറ്റേ ചില ടാങ്കിലുള്ള ഫിഷ് പോലെയാണ്, പിടി തരൂല. ഓഹോ, എന്തൊക്കെ എങ്ങനെ പറഞ്ഞാലും നല്ലൊരു എവിടെയെങ്കിലും ഫിഷിംഗ് നെറ്റ് ഞാൻ വാങ്ങിച്ചു തരാം, നമുക്ക് പിടിച്ച് കൂട്ടിലാകണം. കാര്യമില്ല, ഒരു കാര്യമില്ല. നല്ല കൊമ്പൻ സ്രാവ് പോണ പോലെ അതിന്റെ ഇടയിൽ കൂടെ ഞാൻ പോയിക്കൊണ്ടിരിക്കും. ചോദിച്ചിട്ട് അനൂപ്, ഈ ലോകത്ത് അങ്ങനെ ഒരു പെൺകുട്ടി രക്ഷപ്പെട്ടെന്നുണ്ടെങ്കിൽ അവള് രക്ഷപ്പെട്ടോട്ടെ, എന്തിനാ ചളിക്കുഴിയിലേക്ക് ആ പെൺകുട്ടിയെ ഇട്ട് എന്നെ ഇത് കൊടുക്കണം? അപമാനിക്കാൻ വേണ്ടി പ്രൊമോട്ട് ചെയ്യുന്ന രീതിയിൽ എന്നെ ഡീമോട്ടിവേറ്റ് ചെയ്തോണ്ടിരിക്കുന്ന ഇതൊക്കെ കേറി പ്രൊമോഷൻ ആയിക്കോളും. ഏത് പെൺകുട്ടിയാണ് വന്ന് പറഞ്ഞത് മണിക്കുട്ടനെ സ്നേഹിച്ചാൽ ഞാൻ ഒരുപാട് കരഞ്ഞു എന്ന്? അത് പറഞ്ഞ എത്ര പെൺകുട്ടി വേണ്ട. വേണ്ട. ഇനി അവിടുത്തെ ബാക്കി രസങ്ങളും കാര്യങ്ങളും പിന്നെ നിങ്ങളുടെ ഫ്രണ്ട്ഷിപ്പ്. ഞങ്ങള് ആക്ച്വലി അതിന് ശേഷം ഇടയ്ക്ക് മീറ്റ് ചെയ്യാറുണ്ടായിരുന്നു, ലൈക് പല പല കാര്യങ്ങളായിട്ട്. ലാസ്റ്റ് എനിക്ക് തോന്നുന്നു രമ്യയുടെ ഹൗസ് വാമിങ്ങിനെ കണ്ടാ നമ്മൾ കണ്ടത്. അത് കഴിഞ്ഞ ശേഷം പിന്നെ പല കാര്യങ്ങളായിട്ട് അങ്ങോട്ടും ഇങ്ങോട്ടും. അനൂപ് എപ്പോഴും ഈ പറഞ്ഞ പോലെ അനൂപിന്റെ ഫ്രണ്ട്ഷിപ്പ് അനൂപ് എല്ലായിടത്തും, എൻ്റെ അടുത്ത് മാത്രമല്ല, അനൂപ് മെയിൻറ്റെയിൻ ചെയ്യും. എനിക്ക് ഈ പറയുന്ന പോലെ അത് എൻ്റെ ഒരു കൺസെപ്റ്റാണ്. നമ്മുടെ സൗഹൃദങ്ങളെ എപ്പോഴും വിളിക്കണോ അങ്ങനത്തെ ഒരു ഇതൊന്നും വേണ്ട. നമ്മൾ കാണുമ്പോൾ ആ സ്നേഹം കാണിക്കുക. നമ്മൾ എന്തെങ്കിലും ഒരു ആവശ്യം വരുമ്പോഴത്തേന് നമ്മുടെ ആവശ്യങ്ങൾക്ക് വേണ്ടിയല്ല, നമുക്കൊരു ഒരു ഫോക്കസ് വരുന്ന സമയത്ത് ഒന്ന് സംസാരിക്കുക, അത് മാത്രമേ ഉള്ളൂ. പക്ഷെ അനൂപ് അങ്ങനെയല്ല. അനൂപ് ആഴ്ചയിൽ ഒരിക്കലെങ്കിലും എന്നെ മാത്രമല്ല എല്ലാ ഫ്രണ്ട്സിനെയും വിളിക്കും. അനൂപ് ബന്ധം നിലനിർത്താനും ആ എഫേർട്ടിന് ഇടാനായിട്ട് ഭയങ്കര ഇത് തന്നെയാണ്. ബേസിക്കലി നമുക്കൊരു കണക്ഷൻ കിട്ടുന്നത് ലൈഫ് ലോങ് കൊണ്ടുപോകാൻ വേണ്ടിയിട്ടാണ്. അത് ലൈഫ് ലോങ് കൊണ്ടുപോകുക എന്നുള്ളത് നമ്മുടെ ഇറ്റ്സ് അവർ റെസ്പോൺസിബിലിറ്റി. അപ്പൊ അനൂപിന് ഒരിക്കൽ പോലും തോന്നിയിട്ടില്ല അനൂപ് ഇത്ര അധികം അങ്ങോട്ട് വിളിക്കും, അന്വേഷിക്കും, മെയിൻറ്റെയിൻ ചെയ്യാൻ നോക്കുമ്പോ ഒരു തവണ പോലും ഇങ്ങനെ ചില മനുഷ്യർ തിരിച്ചു വിളിക്കാത്തപ്പോൾ? ഈ മണിക്കൂർ വിളിക്കാറുണ്ട്. വിളിക്കാറുണ്ട്. ഞാൻ എങ്ങനെയെങ്കിലും ഒന്ന് തിരിച്ചു അങ്ങനെ ലൈക്ക് നമ്മൾ വിളിക്കുന്നത് എന്തുകൊണ്ടാ? അവരോട് നമുക്കൊരു സ്നേഹം ഇഷ്ടമുള്ളതുകൊണ്ട്, അല്ലെങ്കിൽ വിളിക്കുന്ന ഇഷ്ടമുള്ളതാണ് അല്ലേ? അങ്ങനെ അത് നമുക്കത് ഉണ്ടല്ലോ, പിന്നെ തോന്നേണ്ട ആവശ്യം എന്താ? അങ്ങനെയല്ല, എന്നാലും നമുക്ക് ഒരു തവണയെങ്കിലും അവൻ എന്നെ വിളിച്ചിരുന്നെങ്കിൽ എന്നൊരു തോന്നല് ചിലപ്പം അങ്ങനെ ഒന്നും. അവ മനസ്സിൽ വിചാരിക്കണേ ഇവൻ ഏതെങ്കിലും പെൺകുട്ടിയെ വിളിച്ച് അതിനെ കല്യാണം കഴിച്ചിരുന്നെങ്കിൽ എന്നാണ്. അല്ല, ഈ പറഞ്ഞ അനൂപ് മാരീഡ് അല്ലേ? അല്ലേ? അനൂപിന്റെ കല്യാണം ബിഗ് ബോസ് കഴിഞ്ഞിട്ട് വന്നിട്ടായിരുന്നില്ലേ? അപ്പൊ കല്യാണത്തിന് മണിക്കൂട്ടം പോയിരുന്നില്ലേ? ഞാൻ മാത്രം. മണി ഭയങ്കര തിളങ്ങി ഭയങ്കര സ്റ്റാർ ആയിട്ട് നിൽക്കുന്ന സമയം ഞാൻ പറഞ്ഞില്ലേ അനൂപിന്റെ കല്യാണത്തിന് മറ്റേ കേട്ടസായിരുന്നു രാജാവിനൊപ്പം ഡ്രസ്. പോയത്. ഇയാൾക്ക് അങ്ങനെ ഒരു വൃത്തിയുടെ സ്വഭാവം ഉണ്ട്. കല്യാണത്തിനെക്കാട്ടിലും നല്ല ഡ്രസ് ഇട്ടിട്ട് ഇങ്ങനെ വരുള്ളൂ. സകല സെന്റർ ഓഫ് അട്രാക്ഷൻ ആൾക്കാർ മുഴുവനും നോക്കിയും കല്യാണ ചെക്കനും പെണ്ണും നല്ല അടിപൊളി ഡ്രസ് ഇങ്ങനെ നോക്കാം. അതിനെക്കാട്ടിലും നല്ല ഇപ്പൊ കണ്ടില്ലേ, നോക്കി ഇതൊക്കെ അടുത്തിറക്കിയതാ ആണല്ലേ? അതെ, ഇന്നിപ്പോ അഞ്ജലിയുടെ കേട്ടസിയാണ് അത്രേ. ഓരോ ദിവസം ഓരോരുത്തരെ ഇതാക്കി വെച്ചിട്ടുണ്ട് ആ സംഭവങ്ങൾ. ഇല്ല, ഞാൻ പറഞ്ഞ അനൂപേ, എനിക്ക് ഈ പറഞ്ഞ ഷോയ്ക്ക് മുമ്പ് എനിക്ക് കേട്ടസി ഒന്നും കിട്ടിയിരുന്നില്ല. ഷോയ്ക്ക് ശേഷം കേട്ടസി കിട്ടി തുടങ്ങി. പിന്നെ ഞാൻ അതങ്ങ് അർമാദിക്കായിരുന്നു. യൂട്ടിലൈസ് ചെയ്തോണ്ടിരിക്കുകയാണ്. ഒരു വാളിന്റെ കുറവും കൂടെ ഉള്ളു രാജാവ് നല്ലവനായ ഉണ്ട്. ആശുപത്രിയിൽ പോകുമ്പോഴത്തേന് നമ്മൾ ആക്ച്വലി ഇപ്പോഴത്തെ ഈ സീസൺസ് ഒക്കെ നടന്നുകൊണ്ടിരിക്കുന്ന സമയത്ത് നമ്മൾ ചിന്തിക്കുകയാണ് ആക്ച്വലി ഞങ്ങൾക്കൊക്കെ 24/7 ഉണ്ടായിരുന്നെങ്കിൽ. കാരണം അത്രമാത്രം കാര്യങ്ങൾ അവിടെ നടക്കുന്നുണ്ടായിരുന്നു. ഈ പറഞ്ഞ സോക്കോൾഡ് വഴക്കുകൾ എന്നുള്ളതൊക്കെ അതിന്റെ അപ്പാർട്ട് ഫ്രം ദാറ്റ് കുറേ നല്ല ഫണ്ണി ആയിട്ടുള്ള കുറേ കാര്യങ്ങൾ നടക്കുന്നുണ്ടായിരുന്നു അല്ലെ? എത്ര ക്രിയേറ്റീവ് ആയിട്ടുള്ള ഈ നമ്മുടെ പോലെ ആർട്ട് പരമായിട്ടുള്ള കാര്യങ്ങള് ഓരോ ആൾക്കാർ, ഇപ്പൊ നോബിച്ചേട്ടൻ എന്തെങ്കിലും, അല്ലെങ്കിൽ ഫിറോസ്ക, അല്ലെങ്കിൽ ബാക്കി ഓരോരുത്തർ, റംസാൻ, സന്ധ്യ ചേച്ചി, അങ്ങനെ ഓരോരുത്തരും അവിടെ ഉണ്ടല്ലോ. ഇവരൊക്കെ ആയിട്ടുള്ള മണിക്കൂട്ടൻ ഉണ്ടാവും, ഞങ്ങളുണ്ടാവും. ഇതൊക്കെ പാർട്ടായിട്ട് ഒരു ദിവസം പോലും ഞങ്ങൾ അങ്ങനെ വെറുതെ ഇരിക്കുന്നതായിട്ടുള്ള പരിപാടികൾ ഉണ്ടായില്ല. ലൈക്ക് ഇപ്പൊ നമ്മൾ ആലോചിക്കാണ്, ഓക്കെ അന്ന് 24/7 ഉണ്ടായിരുന്നെങ്കിൽ അടിപൊളി ആയേനെ, അല്ലെങ്കിൽ അവരതെല്ലാം റെക്കോർഡഡ് ആണല്ലോ, അതെടുത്തിട്ട് ഇപ്പോഴെങ്കിലും ടെലികാസ്റ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ കുറേ കാര്യങ്ങൾ ഉണ്ടായിരുന്നു അതില്. ഓ, അതിൽ ചെയ്തു നിങ്ങൾ കുറേ കാര്യങ്ങൾ. അപ്പൊ ഇപ്പൊ ഇനി വീണ്ടും വിളിച്ച അനൂപ് ഇപ്പൊ പോവാൻ റെഡിയാണോ ബിഗ് ബോസിൽ? എന്താ അന്വേഷണം? ബിഗ് ബോസ് ഒരിക്കലും ഒരു എന്നെ സംബന്ധിച്ചിടത്തോളം എനിക്ക് അങ്ങനെ മോശമായിട്ടൊന്നും ഇതുവരെ തോന്നിയിട്ടില്ല. അപ്പൊ അനൂപിനിൽ എത്രത്തോളം മാറ്റം വരുത്തിയിട്ടുണ്ടാവും ബിഗ് ബോസ്? മാറ്റം വരുത്തുന്നതിനെക്കാട്ടിലും കൂടുതൽ ഞാൻ വിശ്വസിക്കുന്നത് ജസ്റ്റ് ഗോ വിത്ത് ദ ഫ്ലോ എന്നുള്ളൊരു സംഭവമാണ്. അതായത് നമ്മളെ ഓരോ സംഭവങ്ങളിലും ഇറ്റ്സ് ലൈക്ക് എ പെബൽസ് അല്ലെ? ഇങ്ങനെ ഷേപ്പ് മാറി അങ്ങനെ വന്നുകൊണ്ടിരുന്നു കഴിഞ്ഞാൽ, ഇപ്പോൾ എനിക്ക് അവിടുന്ന് മണിക്കുട്ടൻ എന്ന് പറയുന്ന ഒരു നല്ലൊരു സുഹൃത്തിനെ കിട്ടി, നോബിച്ചേട്ടൻ എന്ന് പറയുന്ന, അല്ലെങ്കിൽ അങ്ങനെ കുറേ ആൾക്കാരായിട്ട് പരിചയപ്പെടാൻ പറ്റി, കൂടുതൽ അടുത്തറിയാം. ഇതൊക്കെ നമ്മളെ തന്നെ ഇങ്ങനെ പോളിഷ് ചെയ്തുകൊണ്ടിരിക്കും. ലൈക്ക് നമ്മളൊരു യാത്രയിലാണ്, ഈ യാത്രയിൽ കിട്ടുന്ന എല്ലാതും നമുക്ക് എന്തൊക്കെ ഓരോരോ അനുഭവങ്ങൾ, ഇതൊക്കെ നമുക്ക് പോളിഷ് ചെയ്തെടുത്ത് ഉപയോഗിക്കാൻ പറ്റും. സോ എന്നെ സംബന്ധിച്ചിടത്തോളം ബിഗ് ബോസ്
ഇന്നും ഇപ്പൊ നമ്മളിപ്പോ ഇവിടെ ഇരുന്ന് സംസാരിക്കുന്നത് പോലും, അല്ലെങ്കിൽ ഞാൻ അതുകൊണ്ടാണ്. മണിക്കുട്ടന്റെ അടുത്ത് വന്നിരുന്ന് ഇത്രയും സംസാരിക്കുന്നത് പോലും ബിഗ് ബോസ് കൊണ്ട് സംഭവിച്ച കാര്യങ്ങളാണ്. അപ്പൊ അന്ന് നിങ്ങൾ ഇരിക്കുമ്പോ നിങ്ങൾ വിചാരിച്ചിരുന്നു ഇവനായിരിക്കും ഈ പ്രാവശ്യം കപ്പും കൊണ്ട് പോണത്, വിന്നർ? ഇല്ല, ഇതില് ഞങ്ങള് ഈ പറഞ്ഞ പോലെ പലപ്പോഴും അങ്ങോട്ടും ഇങ്ങോട്ടും മത്സരിക്കണല്ല, ഞങ്ങളിങ്ങനെ തമാശക്ക് അവിടെ ഈ പിന്നെയാണത് ദാസൻ വിജയൻ എന്നൊക്കെ പറഞ്ഞിട്ട് കുറെ അല്ലേ ട്രോളുകൾ വന്നുകൊണ്ടിരുന്നേന്ന്. അപ്പൊ ആ സമയത്ത് നമ്മൾ അവിടെ കലിങ്കിലിരിക്കുമ്പോഴൊക്കെ നമ്മളിങ്ങനെ പറയായിരുന്നു, അല്ലെങ്കിൽ പല മോർണിംഗ് ടാസ്കുകളിലൊക്കെ പറയായിരുന്നു, ലാലേട്ടന്റെ ഒരു സൈഡില് മണിക്കുട്ടനാണെങ്കിൽ ഒരു സൈഡിൽ അനൂപ് ഉണ്ടാവും എന്നുള്ള രീതിയിലൊക്കെ വെറുതെ പറയാറുണ്ടായിരുന്നു. ലൈക്ക് ബാക്കി എല്ലാം തീരുമാനിക്കുന്ന ജനങ്ങളും വോട്ടും ബാക്കി കാര്യങ്ങളൊക്കെയാണ്. പക്ഷെ ഒരു ഈ പറഞ്ഞ പോലെ ഷോ സ്റ്റീലർ എന്നൊക്കെ പറയുന്നത് ഓഫ് കോഴ്സ് ഓൾവേസ് മണിക്കുട്ടനാണ്. എങ്ങനെ മണിക്കൂട്ട സ്റ്റീൽ ചെയ്തത് അങ്ങനെ? ഇത് നോക്കിയാ പുതിയ ലോക്കറ്റ് കണ്ടോ? ഇതെന്താ സംഭവം? ഇത് ഇതെവിടുന്നാണ്? ഇത്ര നേരം എല്ലാരും കണ്ണട, ഇത്ര നേരം ലോക്കറ്റ് ഉള്ളിലായിരുന്നു തോന്നുന്നുണ്ട്. ഇവൻ എന്നെ പറ്റി പുകഴ്ത്തി പറഞ്ഞ നെഞ്ചിടിച്ചു പോയി. ഇനി നീ എന്നെ പുകഴ്ത്തി പറഞ്ഞ എന്റെ ഹൃദയം തന്നെ ഞാൻ അനൂപ് ഒരു ഷോർട്ട് ഫിലിം അല്ലേ അനൂപ്? അത് ഈ പറയുന്ന പോലെ ഹാഫ് ആൻ അവർ ഷോർട്ട് ഫിലിം ചെയ്തിട്ട് ഒരു 2-3 ഫെസ്റ്റിവൽസിൽ അനൂപിന് അത് അംഗീകാരം കിട്ടിയിട്ടുണ്ട്. ഇപ്പൊ ഏത് ഫെസ്റ്റിവലാണ് അത് പോയിക്കൊണ്ടിരുന്നത്? ഇപ്പോ നമ്മുടെ രാമേശ്വരം ഇന്റർനാഷണൽ ഫിലിം ഫെസ്റ്റിവലിൽ ബെസ്റ്റ് ഫാന്റസി ഫിലിം കിട്ടി. പിന്നെ ലൈക്ക് കുറച്ച് സംഭവങ്ങൾ വരാണ്ട് ഇൻഡോ ദുബായ് ഫിലിം ഫെസ്റ്റിവൽ, അർജന്റീനൻ ഫിലിം ഫെസ്റ്റിവൽ, സാന്റാക്രൂസ് ഫിലിം ഇന്റർനാഷണൽ ഫിലിം ഫെസ്റ്റിവലിലൊക്കെ അങ്ങനെ റെക്കഗ്നീഷൻസ് അവാർഡ്സ് ഒക്കെ ആയിട്ട് വന്നുകൊണ്ടിരിക്കുന്നുണ്ട്. ലൈക്ക് ഡയറക്ട് ചെയ്തതാണ്. ഡയറക്ട് ചെയ്തതാണ്. ഓ, അങ്ങനെ ചെയ്തു. അതാണ്. അപ്പം എനിക്ക് തോന്നുന്നു മണിക്കുട്ടൻ ഇന്നിപ്പോ ഈ ഷോയിൽ ആദ്യം വരെയാണ് ലൈഫ് ഈസ് ബ്യൂട്ടിഫുൾ. പക്ഷെ അനൂപൻ അങ്ങനെ നോക്കുമ്പോ ഈ ഡയറക്ഷൻ വെച്ചിട്ട് മണിക്കുട്ടന് വേറൊരു ഇതുണ്ട് ലൈഫ് ഈസ് ബ്യൂട്ടിഫുൾ ആയിട്ട്. മനസ്സിലായ എന്താന്ന്? മനസ്സിലായ മുത്തപ്പന്റെ അല്ല, സന്തോഷ് ജോർജ് കുളങ്ങര അറിയാലോ. സന്തോഷ് ഏട്ടൻ നമ്മുടെ പ്രോഗ്രാമിന്റെ ഗസ്റ്റ് ആയിട്ട് വന്നിരുന്നു. അന്ന് മണി ഇരുന്ന സീറ്റിലായിരുന്നു സന്തോഷ് ഏട്ടൻ ഇരുന്നത്. അപ്പൊ സന്തോഷ് ഏട്ടന്റെ അന്ന് ഒരു സംഭവം അനൂപ് ചെയ്തിരുന്നല്ലോ. സന്തോഷ് ഏട്ടനെ വെള്ളം കുടിപ്പിക്കുന്നതാണോ? എന്തായിരുന്നു ആ വീഡിയോ? അത് മണി അറിയില്ല, അത് പറയൂ, എന്താ കാര്യം? എനിക്ക് ഈ പറഞ്ഞ പോലെ ഞാൻ അദ്ദേഹത്തിന്റെ വലിയൊരു ആരാധകനാണ്. ഒരുപാട് യാത്ര ചെയ്യാൻ ആഗ്രഹിക്കുന്ന ആൾക്കാർ എല്ലാ ആൾക്കാരും. ഞാൻ അദ്ദേഹത്തിനോട് ഇങ്ങനെ ഒരു ചോദ്യം ചോദിക്കാവുന്ന ഒരു സെഗ്മെന്റ് വന്നപ്പോൾ ഞാൻ പുള്ളിയോട് ചോദിച്ചു, ഇങ്ങനെ അങ്ങ് കുറേ സ്ഥലങ്ങളിലേക്ക് പോയിട്ടുള്ള ഒരാളാണ്, അപ്പൊ നമ്മുടെ നാട്ടിലുള്ള ഭരണാധികാരികൾ അല്ലെങ്കിൽ ഈ ഒരു സിസ്റ്റം തന്നെയാണോ വേറെ സ്ഥലത്തുള്ളത്? ലൈക്ക് ഇവിടെ ഒരു ക്യൂ ഉണ്ട്, ക്യൂ എപ്പോഴും നല്ലതിനാണ്. പക്ഷെ ചില ആൾക്കാർക്ക് മാത്രമേ ക്യൂ സിസ്റ്റം ഉള്ളൂ, ചില ആൾക്കാർക്ക് ക്യൂ സിസ്റ്റം ഇല്ല. ഇപ്പോ ഒരു അതോറിറ്റി ഉള്ള ഒരാള് ചിലപ്പോ റോഡിലൂടെ പോകണമെങ്കിൽ ഈ അതോറിറ്റി കിട്ടാൻ കാരണമായ ആൾക്കാർ മുഴുവൻ ക്യൂ നിൽക്കേണ്ടതായിട്ടുള്ള കുറെ മണിക്കൂറുകളോളം, കുറച്ച് സമയമാണെങ്കിൽ ഓക്കെ, പക്ഷെ മണിക്കൂറുകളോളം ക്യൂ നിൽക്കേണ്ട ഒരു അവസ്ഥയുണ്ട്. അപ്പൊ ഇങ്ങനെ തന്നെയാണോ വേറെ രാജ്യങ്ങളിലും? അതായത് ഡെമോക്രാറ്റിക് കൺട്രീസിലും വേറെ അദ്ദേഹം സഞ്ചരിച്ചുള്ള പല സ്ഥലങ്ങളിലും ഇങ്ങനെ തന്നെയാണോ എന്നുള്ളൊരു സംശയം. ഞാൻ പോയിട്ടില്ല, പുള്ളി കുറെ യാത്രകൾ ചെയ്യുന്ന ഒരാളാണ്. പുള്ളിക്ക് ഷെയർ ചെയ്യുന്നത് ഒരു പക്ഷെ പല ആൾക്കാർക്ക് അതൊരു ഐ ഓപ്പണിംഗ് ആയിരിക്കാം എന്ന് തോന്നിയിട്ട് ഞാൻ ചോദിച്ചിട്ടുണ്ടായിരുന്നു. പുള്ളി അത് ഈ പറഞ്ഞ പോലെ പുള്ളി അതിനൊരു നല്ലൊരു ആൻസറും പുള്ളി അതിൽ തന്നെ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അത് കണ്ടിട്ടില്ലെങ്കിൽ ആ എപ്പിസോഡ് പോയി കാണാം. ഞാൻ ഈ സന്തോഷയുടെ കാര്യം പറഞ്ഞപ്പോഴാണ്, ഞാനും സന്തോഷമായിട്ട് ഒരിക്കൽ കാഞ്ഞിരപ്പള്ളിയിൽ എവിടെ ഒരു കോളേജിൽ ഒരു ഗസ്റ്റ് ആയിട്ട് ഒന്നിച്ചു വന്നിരുന്നു. അപ്പൊ പുള്ളിക്ക് അന്ന് മറ്റേ സ്പേസിലോട്ട് അയക്കാൻ വേണ്ടി നിങ്ങൾ അയച്ചാ പുള്ളിയെ സ്പേസിലോട്ട് അയക്കാൻ സെലക്ട് ചെയ്തിരുന്നു. അപ്പം എല്ലാവർക്കും അത്ഭുതമല്ലേ ഇങ്ങനെ ഒരു മലയാളി എങ്ങനെ സെലക്ട് ചെയ്യുന്നുള്ളത്. പക്ഷെ എനിക്ക് ആ പ്രോഗ്രാം പങ്കെടുത്തപ്പോഴാണ് മനസ്സിലായത്. കാരണം പുള്ളി അവിടെ വന്നിട്ട് ഞാൻ അവിടെ ഇംഗ്ലീഷ് സംസാരിക്കണം, ഇംഗ്ലീഷേ എല്ലാവർക്കും അറിയാവുള്ളൂ. അപ്പൊ എനിക്ക് എന്റെ ഇംഗ്ലീഷ് അറിയാമല്ലോ നിത്യം. സിനിമയിലൊക്കെ അടിപൊളി മാസ് ഡയലോഗ് പഠിച്ചു വെച്ചാ അത് കോമഡി ഞാൻ പിന്നെ പറഞ്ഞുതരാം. അപ്പൊ ഞാൻ എന്നിട്ട് അപ്പൊ ഉടൻ തന്നെ സന്തോഷമായിട്ട് അവിടെ അറിയാതല്ല പുള്ളി എന്റെ അടുത്ത് പറയാൻ, ഞാനിപ്പോ പെട്ടെന്ന് നിർത്തുന്നത് കാരണം മണിക്കൂട്ട അവിടെ ടെൻഷൻ അടിച്ചിരിക്കുകയാണ്, എങ്ങനെ ഇത് സംസാരിക്കും എന്നുള്ളതെന്ന് പറഞ്ഞിട്ട് പുള്ളി ഒരു തമാശയ്ക്ക് അങ്ങ് പറഞ്ഞു. അപ്പൊ ഞാൻ വന്ന് പറഞ്ഞു, ഞാൻ പലപ്പോഴും ആലോചിച്ചിട്ടുണ്ട് എങ്ങനെയാണ് ഇദ്ദേഹത്തെ സ്പേസിലേക്ക് കയറ്റി അയക്കാനായിട്ട്. കാരണം ഇത്ര ആൾക്കാരുണ്ടല്ലോ, പുള്ളിയെ തന്നെ സെലക്ട് ചെയ്യണം. അപ്പൊ പുള്ളി ഇങ്ങനെ പല രാജ്യങ്ങളിൽ ഇങ്ങനെ യാത്ര ചെയ്ത സമയത്ത് ഇങ്ങനെ ഇരിക്കുന്ന സ്പെഷ്യൽ ആയിട്ടുള്ള ഗസ്റ്റിനെ പറ്റി പല കമന്റും പറഞ്ഞിട്ടുണ്ടാവും. അവസാനം ഇവനെ എങ്ങനെയെങ്കിലും ഇവിടെ നിന്ന് കെട്ടിക്കാൻ പറ്റുള്ളൂ. അതുകൊണ്ട് സന്തോഷമായിട്ട് അവരാകുമ്പോ റോക്കറ്റിലെങ്കിലും വിടും, ഞാനാകുമ്പോ മൂട്ടിൽ തീ വെച്ച് പുള്ളി എന്നിട്ട് അറിയാതെ ഞാൻ പറഞ്ഞു പോയത്. നമ്മളുടെയൊക്കെ ഈ പറഞ്ഞ ഗ്രോയിങ് ഈ കുട്ടിക്കാലം മുതലേ വരുന്നതിൽ അവരുടെ ഈ സഞ്ചാരത്തിന് ഭയങ്കര ഇമ്പോർട്ടൻസ്. ഞാനും എന്റെ ഡ്രൈവർ ജോൺസണും കൂടെ അമ്പരച്ചുംബികളായ കെട്ടിടങ്ങൾക്ക് നടുവിലൂടെ സഞ്ചരിച്ചു കൊണ്ടിരിക്കുമ്പോൾ എന്നൊക്കെ പറഞ്ഞിട്ട് വരുമ്പോ മോഡുലേഷൻ പോലും നമ്മളെ ഭയങ്കരമായി ബാധിക്കാം. ഇങ്ങനത്തെ ഒരു അവസരം വന്നപ്പോ നമുക്ക് ചോദിക്കാനുള്ള ആഗ്രഹം യാത്ര തന്നെയാണ്. ഞാൻ അങ്ങനെ യാത്ര ചെയ്യാറില്ല. ഒന്ന് വീട്ടിൽ നിന്ന് വരാന്ത വരെ വരാന്ത അതാണ് എന്റെ മാക്സിമം യാത്ര.
നമ്മളെ കുഴിച്ചിട്ടിരിക്കണം അവിടെ. വിളിക്കുമ്പോ മിക്കപ്പോഴും ഞാൻ എറോബിക്സിലായിരുന്നു. പെട്ടിരിക്കുക. അവിടുന്ന് ഇറങ്ങാൻ പറ്റിയിട്ട് വേണ്ടേ വേറെ സ്ഥലത്തേക്ക് യാത്ര ചെയ്യാൻ. ഇനി മണിക്കുട്ടന്റെ അനൂപിന്റെ ഏറ്റവും വേറെ പുതിയൊരു വിശേഷം ഉണ്ട്. അതെന്താണെന്നറിയോ? എന്താണ്? അതാ നോക്കിക്കോ, മോണിറ്ററിലേക്ക് നോക്കിക്കോ. ഇപ്പൊ കാണാം, അനൂപ തന്നെ ഞെട്ടിയിരിക്കായിരിക്കും. എന്റെ എന്ത് വിശേഷമാണ് ഇവര് പറയാൻ പോണേന്ന്. നോക്കിക്കോ. കോൺസെപ്റ്റ് ആൻഡ് ഡയറക്ഷൻ അനൂപ്. ഞാനിത് എനിക്ക് അയച്ചു തന്നിട്ടുണ്ടായിരുന്നു. ആണോ? അപ്പൊ ഓൾറെഡി കണ്ടിരുന്നു. ഞാൻ കണ്ടിരുന്നു. പക്ഷേ അല്ല, എനിക്ക് വലിയ സന്തോഷം. കാരണം നമ്മൾ ഒരു സ്ഥലത്ത് നിന്ന് ഇറങ്ങി കഴിഞ്ഞാൽ പിന്നെ നമ്മുടെ യാത്ര തുടർന്നുകൊണ്ടിരിക്കണം. എവിടെയെങ്കിലും ഒരു സ്ഥലത്ത് വെച്ച് നമ്മൾ സ്റ്റക്കായി പോയി കഴിഞ്ഞാൽ നമ്മുടെ കരിയർ തീർന്നു. പക്ഷെ അനൂപ് ഇപ്പം പറയുന്ന പോലെ സീരിയൽസ് ചെയ്തു, സിനിമ ചെയ്തു, ബിഗ് ബോസിൽ വന്നു. അടുത്ത അവന്റെ കരിയറായിട്ട് കൺസെപ്റ്റായിട്ടും ഈ ക്രിയേറ്റീവ് തോട്ട്സ് ആയിട്ട് മുന്നോട്ട് യാത്ര ചെയ്തുകൊണ്ടിരിക്കുന്നതാണ് നമ്മളിവിടെ കണ്ടത്. അങ്ങനെയുള്ളവരെ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. ഇതേ എനിക്ക് എന്റെ സന്തോഷം എന്ന് പറഞ്ഞാൽ ഈസ് മൈ ബെസ്റ്റ് ഫ്രണ്ട്. ലൈക്ക് ഞാനത് അന്ന് ബിഗ് ബോസ് എന്ന് പറഞ്ഞത് എനിക്ക് നിങ്ങളെ എന്റെ ഏറ്റവും അടുത്ത സുഹൃത്തുക്കളുടെ അതേ രീതിയിൽ എനിക്ക് കാണാൻ പറ്റുന്നത് നിങ്ങൾ അങ്ങനെയാണ് എന്നുള്ളത് കൊണ്ടാണ്. അത് ടിൽ മൈ ലാസ്റ്റ് ബ്രത്ത് ഞാൻ അങ്ങനെ തന്നെ കാണും എന്ന് അവിടുന്ന് പറഞ്ഞിട്ടുള്ളതാണ്. ഇന്നും അങ്ങനെ തന്നെയാണ് അതെനിക്ക്. ഇന്ന് മണിക്കുട്ടന്റെ മുത്തപ്പൻ എന്ന് പറയുന്ന ഒരു പടം ഇറങ്ങാൻ മെയ് 14 ഇല്ല. ഈ മണിക്കുട്ടന്റെ മുത്തപ്പൻ എന്ന് പറയുന്ന വലിയൊരു സിനിമ വരുമ്പോ ഞാൻ കുറച്ചായിട്ട് ആഗ്രഹിച്ച് ചെയ്തിട്ടുള്ള ഒരു പ്രൊജക്ട് മെയ് 14 ഞാൻ അതിന്റെ പ്രിവ്യൂ കേരളത്തിൽ വെക്കുകയാണ്. അതിന് തൊട്ട് മുമ്പേ തൊട്ട് മുമ്പേ എന്നുള്ളതിനെക്കാട്ടിലും മെയ് സെയിം മന്തില് അഗെയിൻ ദുബായിലും മെയ് 17 അതിന്റെ പ്രിവ്യൂ 2 സ്ഥലത്തായിട്ട് അബുദാബിയിലും ദുബായിലായിട്ടും ചെയ്യാം. ദുബായിൽ ഗസ്റ്റ് ആയിട്ട് എന്നെ കൊണ്ടുവന്ന് പറഞ്ഞിട്ടുണ്ട്. എന്തായാലും നീ ഇതിന്റെ ഇടയിൽ പ്രൊമോട്ട് ചെയ്തില്ല. അപ്പൊ ഞാൻ മീനവേല് വെക്കും. ദുബായില് ചെല്ലുമ്പോ ആൾക്കാര് ചോദിക്കും കേട്ടാ, മണിക്കുട്ടൻ എന്നാലും പറഞ്ഞിട്ട് കൊണ്ടുവന്നില്ലെങ്കില് ഇങ്ങനെയൊന്നും വിളിക്കാണോ? നമ്മള് വലിയ സ്റ്റാർ ആണ്. ഓക്കെ, നമ്മളെ കാണേണ്ട പോലെ ഞാൻ അവിടെ ചിലപ്പോ വിശിഷ്ടാതിയായിട്ട് ഇതേപോലെ നിന്നെ സർപ്രൈസ് ചെയ്യാൻ വരാന്ന്. ഓക്കെ, ഈ കൺമഷിയുടെ ബാക്കി വിശേഷങ്ങൾ എന്താ ഉള്ളത്? എല്ലാം ഓൾ സെറ്റ്. കൺമഷി എല്ലാതും ഇതായി. അഞ്ജലി മുകുന്ദം, അഞ്ജലിയാണ് അതിൽ അഭിനയിച്ചിരിക്കുന്നത്. ഞങ്ങൾ തന്നെയാണ് അഭിനയിച്ചിരിക്കുന്നത്. പിന്നെ അതിൽ ഈ പറഞ്ഞ പോലെ തെയ്യം അത് പഠിച്ച് ശിവദാസൻ എന്ന് പറയുന്ന ഒരാളാണ് തെയ്യം പഠിപ്പിച്ചതൊക്കെ. അദ്ദേഹമാണ് കേരള ഫോക്ലോർ അതുമായി ബന്ധപ്പെട്ട ഒരാളാണ് അദ്ദേഹം. കുറെ സിനിമകളുമായിട്ടൊക്കെ വില്ലൻ സിനിമയിലൊക്കെ പുള്ളിയാണ് തെയ്യം ചെയ്തത്. പിന്നെ ഈ പറഞ്ഞ പോലെ ഇത് കഴിഞ്ഞപ്പോൾ ഇഗെയിൻ ഞങ്ങൾ മുത്തപ്പൻ്റെ അടുത്ത് പോയിട്ടുണ്ടായിരുന്നു. അവിടെ വെള്ളാട്ട് എല്ലാം കണ്ട് ഒക്കെ വന്നിട്ടുണ്ടായിരുന്നു. നമ്മൾ ഈ കാണുന്ന പോലെ അല്ല, അത് ഒരു വല്ലാത്തൊരു മാജിക്കൽ പരിപാടിയാണ് ഈ തെയ്യം എന്നൊക്കെ പറയുമ്പോൾ. ഒരു ഭയങ്കര പവർഫുൾ. അതെ, ശരിക്കും കാണുമ്പോൾ നമുക്കൊരു വേറൊരു ഫീല് തന്നെയാണ്. അതെ അതെ. എന്നെ സംബന്ധിച്ചിടത്തോളം എനിക്ക് ഈ ട്രഡീഷണൽ പരിപാടികളൊക്കെ ആയിട്ട് ഭയങ്കര. അപ്പൊ ഞാൻ ഇഷ്ടി എന്ന് പറഞ്ഞിട്ടൊരു സിനിമ, ഒരു സംസ്കൃത സിനിമ 2015-16 സമയത്താണ് അതിന്റെ ഷൂട്ടും, അല്ലെങ്കിൽ അത് കഴിഞ്ഞ് ഇന്ത്യൻ പനോരമയിൽ ആ വർഷത്തെ ഇനോഗ്രൽ മൂവി ആയിരുന്നത്. അപ്പൊ അതിന്റെ ഭാഗമായിട്ട് എനിക്ക് കഥകളി ചെയ്യാനും പറ്റിയിട്ടുണ്ടായിരുന്നു. അപ്പൊ ഇങ്ങനത്തെ ട്രഡീഷണൽ പരിപാടികളൊക്കെ എനിക്ക് ഭയങ്കര. അപ്പൊ നിങ്ങൾക്ക് കോമൺ ഇൻട്രസ്റ്റ് എന്ന് പറയുന്നത് വേറെ പലതും ഉണ്ട്. ഇപ്പൊ ഈ പറയുന്ന പോലെ ഈ മാർഷ്യൽ ആർട്സും ഇങ്ങനത്തെ ഇതുമൊക്കെ ഭയങ്കര ഇഷ്ടമുള്ള ഒരാളാണ് മണി. ക്രിക്കറ്റും അതുപോലെ ഇഷ്ടമാണോ? ഞാൻ ക്രിക്കറ്റിന് ഭയങ്കര എനിക്ക്. അതായത് കഴിഞ്ഞ വർഷം അതെനിക്ക് മനസ്സിലായില്ല. അതായത് കഴിഞ്ഞ വർഷത്തെ CCLന്റെ ട്രിവാൻഡ്രം മാച്ച് അവിടെ കാര്യവട്ടം ഗ്രീൻഫീൽഡ് സ്റ്റേഡിയത്തിൽ നടക്കുമ്പോൾ ഞാൻ കാണുന്നത് മണിക്കുട്ടൻ വിളിച്ച് മണിക്കുട്ടന്റെ സുഹൃത്ത് എന്നുള്ള രീതിയിൽ വന്ന് അവിടെ ഗാലറിയിൽ നിന്ന് അമ്മയും സിസ്റ്റേഴ്സ് ഒക്കെ വന്നിട്ടുണ്ടായിരുന്നില്ലേ, അവരൊക്കെ കൂടി ഞങ്ങൾ ഇരുന്നിട്ട് അല്ലെങ്കിൽ അപ്പുറത്ത് വന്നിട്ടൊക്കെ ആയിട്ടാണ് ഞങ്ങൾ കാണുന്നത്. അപ്പൊ അന്ന് മണിക്കുട്ടൻ പോകുമ്പോ പോലും അവിടെ ഗ്രൗണ്ടിൽ ഉണ്ടായിരുന്ന ആൾക്കാരെ ഭയങ്കരമായിട്ട് ആ സമയത്ത് ഭയങ്കരമായിട്ട് ചിരിപ്പിച്ചത് റണ്ണ് കുറച്ച് കുറവായിരുന്നു. അപ്പൊ ഞാൻ ഇവിടുന്ന് ഉറക്കം വിളിച്ചു, മണി പസിക്കത് മണി റൺ വേണം വിളിച്ചു പോരായിരുന്നു. അപ്പൊ അങ്ങനെ ഞാൻ ഭയങ്കര ഫണ്ണായിട്ടിരിക്കുക. നെക്സ്റ്റ് ഡേ മുതൽ എന്റെ ചന്ദ്രനും പോലീസ് എന്ന് പറഞ്ഞ സിനിമയുടെ ഷൂട്ട് ട്രിവാൻഡ്രത്ത് വെച്ച് നടക്കണ്ടായിരുന്നു. സോ അതിന് റിലേറ്റഡ് ആയിട്ട് ഞാൻ തലേ ദിവസം പോയത് അവിടേക്ക്. മണിക്കുട്ടൻ ആ സീസണിൽ കളിക്കാൻ പറ്റി.
ആ ഒരു വർഷത്തെ എഫേർട്ട് കൊണ്ട് എനിക്ക് കഴിഞ്ഞ സീസണിൽ കളിക്കാൻ പറ്റി. അപ്പൊ പോയിട്ട് നമുക്കും പറയായിരുന്നു എനിക്കും പസിക്കുന്നു അതെ വയ്ക്കുന്നു. ഇപ്പൊ നിങ്ങൾ രണ്ടുപേരും കൂടി ഇരിക്കുമ്പോ നിങ്ങൾക്ക് രണ്ടുപേർക്കും പരിചയമുള്ള നിങ്ങളുടെ ഒരു കോമൺ ഒരു ഫ്രണ്ടിനെ കൊണ്ട് ഞാൻ കൊണ്ടുവരട്ടെ. ആള് നേരിട്ടല്ല എൻ്റർ ചെയ്യാൻ പോണത്. യെസ്, വീഡിയോ കോളിലേക്ക് നോക്കാം. സന്ധ്യയാണ്. ലോങ് ടൈം ഇവര് എനിക്ക് തന്നിരിക്കുന്നൊരു പണിയാണ്, ഇല്ലെങ്കിൽ ഇത് നേരിട്ട് ചോദിക്കാവുന്ന കാര്യമുള്ളൂ. പക്ഷേ അവരൊരു ടാസ്ക് തന്നു. മണിക്കുട്ടനാണ് ഗസ്റ്റ് എന്ന് പറഞ്ഞു, ഒരു ഫ്രണ്ടാണ് എന്ന് പറഞ്ഞു, മണിക്കുട്ടൻ്റെ പേര് പറഞ്ഞപ്പോൾ ഐ വാസ് റാദർ ഓവർവെൽംഡ്. ഞാൻ ചോദിക്കാൻ പോകുന്ന ചോദ്യം, നമ്മുടെ സീസൺ എന്ന് പറയുന്നത് സീസൺ 3, നമ്മൾ ആക്ച്വലി എല്ലാവരും നമ്മുടെ വീടുകളിൽ ക്വാറന്റൈൻ കഴിഞ്ഞ് ചെന്നൈയിൽ വന്ന് 2 ആഴ്ച ഓരോ മുറികളിൽ ഒറ്റപ്പെട്ട് ക്വാറന്റൈൻ കഴിഞ്ഞ് കയറിയൊരു സീസണാണ്. അവിടെ പോലും നമ്മളെല്ലാവരും നമ്മുടെ ഒരു സഭ്യതയും നമ്മുടെ ഒരു കൾച്ചറും പാലിച്ചുകൊണ്ട് തന്നെ അതിലെ ആ സീസണിലെ ഒരു മികച്ച വിന്നറായിട്ട് മണിക്കുട്ടൻ ഇറങ്ങി വന്നു. ആ പോപ്പുലാരിറ്റി, ആ സ്റ്റൈൽ ഓഫ് പോപ്പുലാരിറ്റി കൂടുതൽ പോപ്പുലറൈസ് ചെയ്യാൻ മണിക്കുട്ടൻ ശ്രമിച്ചില്ല. അതിന് താങ്ക് യു സോ മച്ച്. ബിക്കോസ് ആ സീസണിൻ്റെ ക്ലാസ് മെയിൻറ്റെയിൻ ചെയ്തേനെ. പക്ഷേ എന്നെങ്കിലും ഒരു ചാൻസ് വീണ്ടും കിട്ടിയാൽ ആ ഒരു സ്ട്രാറ്റജി എടുക്കുമോ എടുക്കില്ല എന്ന് എനിക്കറിയാം. എന്നാലും അവർക്ക് വേണ്ടി ഒന്ന് ഉത്തരം പറഞ്ഞേരെ. അത് ഉത്തരം പറഞ്ഞു, ആൻസറും പറഞ്ഞു. പക്ഷെ എന്തൊക്കെയോ മണിക്കുട്ടനിലേക്ക് ലീവ് ചെയ്തിട്ടുണ്ട്. എന്താ മണി അതിന്റെ ബിഹൈൻഡ്? ഞാൻ ആദ്യം തന്നെ താങ്ക്സ് പറയണം. കാരണം പല ആൾക്കാരായിട്ടുള്ള കോണ്ടാക്ട് ഞാൻ ഈ പറഞ്ഞ പോലെ എൻ്റെ തിരക്കാണോ ജീവിത ഇത് കണ്ടാണോന്ന് അറിയില്ല, എന്റെ കയ്യിൽ കൈദോഷം കൊണ്ടാണ് പല കാര്യങ്ങൾ വരുമ്പോൾ എനിക്ക് പലരെയും ഞാൻ കോണ്ടാക്ട് ചെയ്യാൻ പറ്റുന്നില്ല. പക്ഷെ ഇന്ന് എൻ്റെ ഈ പ്രോഗ്രാം വിളിച്ചപ്പോൾ അത് അനൂപ് നേരിട്ട് വന്നു, അതുപോലെ സന്ധ്യ വന്നു. അത് തന്നെ എനിക്ക് ഭയങ്കര സന്തോഷം. കാരണം ഞാൻ ആലോചിക്കും, ദൈവമേ ഇവരൊക്കെ ആ സ്നേഹം നമ്മൾ വിളിച്ചില്ലെങ്കിൽ അവർ ആ സ്നേഹം ഇടയ്ക്കൊക്കെ കോണ്ടാക്ട് ചെയ്യാൻ പറ്റുന്നുള്ളൂ. അതിന് വലിയ താങ്ക്സ് കേട്ടോ അവർക്ക്. പിന്നെ എന്തുകൊണ്ട് എന്നെ സംബന്ധിച്ച് എൻ്റെ ജീവിതത്തിൽ ഒരു 100 ദിവസങ്ങളായിരുന്നു അവിടെ. അല്ലാതെ ആ 100 ദിവസത്തിന് വേണ്ടി ജീവിച്ച ആളല്ല ഞാൻ. ഈ പറയുന്ന പോലെ എൻ്റെ ഒരു സ്ട്രഗിളുണ്ട്, 20 വർഷത്തെ സിനിമ സ്ട്രഗിളുണ്ട്. ആ സ്ട്രഗിൾ എന്ന് പറയുന്നത് ഇടയ്ക്കിടയ്ക്ക് ദൈവം എവിടെയെങ്കിലും ഒരു പ്രതീക്ഷകൾ നൽകാറുണ്ട്. ഇപ്പം ഞാൻ പറഞ്ഞ കൊച്ചുണ്ണി എന്ന സീരിയലിൽ അവിടെ ഒരു പ്രതീക്ഷ നൽകി. അത് വിനയൻ സാറിൻ്റെ ബോയ് ഫ്രണ്ട് എത്തിയപ്പോൾ കുറച്ചും കൂടെ പ്രതീക്ഷ നൽകി. ഞാൻ വെച്ചാൽ കുറച്ച് നന്നാവും. സിനിമ കഴിഞ്ഞു കുറച്ച് നന്നായി, പിന്നെ സ്ട്രഗിളിങ് കൂടി. അതിനുശേഷം ചോട്ടാ മുമ്പേ വന്നു. ആ സ്ട്രഗിളിങ് കുറച്ചൊന്ന് ലഘൂകരിച്ചു വന്നു. പിന്നെയും സ്ട്രഗിൾ ചെയ്ത് പിന്നെ ഈ പറയുന്ന പോലെ മാമാങ്കം, അല്ലെങ്കിൽ മരക്കാറ്, കമാരസംഭവം, ഇങ്ങനെയുള്ള സിനിമകളിൽ എത്തിച്ചു. പിന്നെ സ്ട്രഗിൾ തുടർന്നു. പിന്നെ ഈ നവരസ എന്ന് പറഞ്ഞൊരു തമിഴ് സിനിമയിൽ കൊണ്ട് തന്നെ എത്തിച്ചു. മണിരത്നം പ്രൊഡ്യൂസ് ചെയ്ത് പ്രിയൻ സാർ എടുത്ത്. അതിനുശേഷം വീണ്ടും സ്ട്രഗിൾ ചെയ്ത് കോവിഡ് വന്ന് സ്ട്രഗിളിങ്ങിൻ്റെ ഒരു പീക്കിൽ നിൽക്കുന്ന സമയത്താണ് ബിഗ് ബോസ് എന്ന് പറഞ്ഞ ഷോ വരുന്നത്. അതിനകത്ത് ഞാൻ പോയി ആ സ്ട്രഗിൾ ഒന്ന് ലഘൂകരിക്കും, അല്ലെങ്കിൽ അങ്ങനെ എന്തെങ്കിലും നമ്മുടെ കരിയറിൽ വീണ്ടും പ്രതീക്ഷ നൽകി. വിജയി എന്ന് പറഞ്ഞ പ്രതീക്ഷ നൽകി. പക്ഷെ ആ പ്രതീക്ഷ എന്ന് പറയുന്നത് വീണ്ടും നമ്മളെ വീണ്ടും ജോലി എടുക്കാനായിട്ടുള്ള എഫേർട്ട് കൂട്ടിത്തരുന്ന ഒരു പ്രതീക്ഷയാണ്. അല്ലെങ്കിൽ ഞാൻ അവിടെ തന്നെ സ്റ്റക്കായിപ്പോ. ഇപ്പം സന്ധ്യ പറഞ്ഞതുപോലെ എന്തുകൊണ്ട് എൻ്റെ കൂടെ മത്സരിച്ച എല്ലാവരും എന്നെ സംബന്ധിച്ച് വിജയികളാണ്. കാരണം ഞാൻ ബിഗ് ബോസ് ഹൗസിനകത്ത് കടന്നപ്പോഴത്തേനും എൻ്റെ പാരൻസും എൻ്റെ റിലേറ്റീവ്സും എൻ്റെ ഫ്രണ്ട്സും നിനക്കിത് വേണം, ഞാൻ അഭിനയം തന്നെ നേരത്തെ ചെയ്യുന്നില്ല, ഇനി ഇവിടെയും കൂടെ പോയി നീ നാണം കെട്ടി കഴിഞ്ഞാൽ. അപ്പൊ ഞാൻ പറഞ്ഞു, പക്ഷെ കോവിഡ് സമയമാണ്, ഫിനാൻഷ്യലി ഫസ്റ്റ് ഓഫ് ഓൾ ഫിനാൻഷ്യൽ എന്ന് പറഞ്ഞാൽ നമ്മളെ സംബന്ധിച്ച് ഭയങ്കര ബുദ്ധിമുട്ടായിരുന്നു. അതിനെ കുറച്ച് ലഘൂകരിക്കും. ഈ പറയുന്ന പോലെ 2 ആഴ്ച അതിനകത്ത് നിന്ന് കഴിഞ്ഞാൽ പിടിച്ചിരിക്കാൻ പറ്റും. കോവിഡും കൂടെയാണ്, വർക്കൊന്നും നടക്കാനുള്ള ചിലവുണ്ട്, ഒരു വരവും ഇല്ല. അങ്ങനെ ഒരു ഇതിലാണ് ഞാൻ അവിടെ ചെല്ലുന്നത്. പക്ഷെ എനിക്ക് ആ പ്ലാറ്റ്ഫോമിനോട് റെസ്പെക്ട് ഉണ്ടായിരുന്നു. അവിടെ ചെന്നപ്പോഴത്തേന് ഞാൻ വളരെ ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള കണ്ടസ്റ്റൻസ്, അവരെ കൂടെ ഞാനങ്ങ് എൻ്റെ 100 ദിവസം ചെലവഴിച്ചതേ ഉള്ളൂ. ഒരു പക്ഷേ അവരെ കൂടെ നിന്നത് കൊണ്ടായിരിക്കാം എന്നെയും കൂടെ ഇഷ്ടപ്പെട്ടത്. കാരണം അത്ര ബ്യൂട്ടിഫുൾ ആയിട്ട് അവർ ആ ഹൗസിനെ മെയിൻറ്റെയിൻ ചെയ്തുകൊണ്ട്, കാരണം അവരുടെ സ്വഭാവം കൊണ്ടും അതുപോലെ തന്നെ അവരുടെ ടാസ്കുകളിൽ അവരെടുക്കുന്ന ഇമ്പ്രൂവ്മെന്റ് കൊണ്ടും. പിന്നെ ഞാൻ അടുത്ത ജോലിയിലേക്കാണ് പോകേണ്ടത്. അല്ലാതെ ഞാൻ അവിടെ തന്നെ നിന്നാൽ പിന്നെ എൻ്റെ ജീവിതം എന്താവും എന്നുള്ളത്. കാരണം ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ നമ്മുടെ ഫീൽഡിൽ ഡെയിലി ഞാൻ ഇപ്പോഴും എന്നെ ആക്ടിങ് സ്റ്റുഡൻ്റ് ആണെന്നാണ് പറയുന്നത്. ഞാൻ എന്നെ ആക്ടർ എന്ന് പറയാൻ ഞാൻ ചിന്തിക്കുകയാണ്, ഞാൻ ആക്ടർ എന്ന് പറയാനായിട്ടുണ്ടോ, എനിക്ക് തരുന്ന കഥാപാത്രത്തെ ഞാൻ നന്നായി ചെയ്യുന്നുണ്ടോ എന്നുള്ള ചിന്ത എനിക്ക് എപ്പോഴും ഉണ്ട്. ഈ ആക്ടിങ് സ്റ്റുഡൻറ്റിൽ നിന്ന് ഞാൻ ആക്ടർ ആവണമെങ്കിൽ ഡെയിലി ഞാൻ എന്നിൽ തന്നെ വർക്ക് ചെയ്തുകൊണ്ടിരിക്കണം. ഡെയിലി നീ ഇത് പറ്റില്ല, നീ കുറച്ചും കൂടെ നന്നായി ചെയ്യണം, എവിടെ നല്ല ഡ്രസ്സൊക്കെ ഇട്ട് വരുമ്പോൾ ഇതുപോലെ കുറച്ചും കൂടെ എനിക്ക് ലുക്ക് വേണം, കുറച്ചും കൂടി ഇതെനിക്ക് വേണം, അല്ലെങ്കിൽ ആ ക്യാരക്ടർ എടുക്കുമ്പോൾ ഇങ്ങനെ പറ്റില്ല, ഈ ഡയലോഗ് നീ കുറച്ചും കൂടെ നന്നായി പറയണം. ഇതെനിക്ക് എന്നും ചിന്തയുള്ളതാണ്.
ആ ചിന്തയുള്ളതുകൊണ്ടാണ് ഞാൻ ഡെയിലി വർക്ക് ചെയ്തുകൊണ്ടിരിക്കുന്നത്. കിട്ടിയ ഈ പറഞ്ഞ പോലെ അംഗീകാരങ്ങൾ കിട്ടാത്തപ്പോൾ ഞാൻ നിരാശപ്പെട്ടിട്ടില്ല. അതുകൊണ്ട് തന്നെ എവിടെയെങ്കിലും എന്നെ അംഗീകരിക്കപ്പെടുമ്പോഴത്തേന് ഞാൻ അതിൽ മതിമറന്ന് സന്തോഷിക്കുന്നുമില്ല. അപ്പൊ ഇമോഷന്റെ മേലെ എപ്പോഴും ഒരു കൺട്രോൾ വെക്കുന്നുണ്ട്. അതുണ്ട്. Don't be a mushroom എന്ന് പറയും. Be like a banyan tree. അത് എവിടെയോ വായിച്ചിട്ടുള്ള മലയാളം, മേക്ക് ഇറ്റ് ഇൻ മലയാളം. ഇംഗ്ലീഷ് മീഡിയം ഒന്നല്ല, നമ്മള് മഷ്റൂം കാണാൻ നല്ല ഭംഗിയായിരിക്കും, പെട്ടെന്ന് വരും. അതേപോലെ അത് പോകാനും സാധ്യതകൾ കൂടുതലാണ്, അല്ലെങ്കിൽ അത് പെട്ടെന്ന് വാനിഷ് ആവാം. പക്ഷെ ഈ ആൽമരം എന്നൊക്കെ പറയുമ്പോൾ അതിങ്ങനെ തഴച്ച് വളർന്ന് പന്തലിച്ച് അതൊരു തണലായി, പിന്നെ അത് ഓക്സിജനായി. അങ്ങനെ നിൽക്കുമ്പോൾ ഇപ്പൊ ഈ പറഞ്ഞ പോലെ നമ്മൾ എല്ലാം പ്രൊവൈഡ് ചെയ്യാൻ പറ്റുന്നത് നമ്മുടെ ഫാമിലിക്കാണ്. നമ്മൾ കാതലായിട്ട് വളർന്ന് വലുതായി എല്ലാം പ്രൊവൈഡ് ചെയ്ത് കഴിഞ്ഞാൽ അത് അതിന്റെ ആഫ്റ്റർ ഓൾ അതിന്റെ ഗുണം കിട്ടാൻ പോകുന്നത് നമ്മുടെ ഫാമിലിക്കാണ്. സോ വി ആർ ബിൽഡിങ് അവർ ഫാമിലി ടു എന്നുള്ള രീതിയിലാണ് മണിക്കൂറിന്റെ ഫാമിലി അടിപൊളിയായിട്ട് കൊണ്ടുനടക്കുന്നുണ്ട്. കാരണം ഞാൻ പറയുന്നത് എനിക്ക് നന്നായിട്ട് അറിയാവുന്നത് കൊണ്ടാണ്. ഒരാൾ, ഒരു ബഡ്ഡിങ് ആക്ടർ ആയിട്ടുള്ള ഒരാള്, സീരിയൽ ചെയ്തിട്ടുള്ള ഒരാള്, അല്ലെങ്കിൽ അത് കഴിഞ്ഞ് സിനിമയിൽ വന്നിട്ട് എസ്റ്റാബ്ലിഷ് ആവാൻ എത്ര കണ്ട് ബുദ്ധിമുട്ടുണ്ട് എന്നുള്ള അത് യാഥാർത്ഥ്യമാണത്. അവിടുന്ന് അതും ബ്രേക്ക് ചെയ്ത് ഓരോരോ കാര്യങ്ങൾ അച്ചീവ് ചെയ്തിട്ട് വരുമ്പോ അപ്പുറത്ത് സപ്പോർട്ട് ചെയ്യുന്നത് നമ്മുടെ ഫാമിലിനെ കൂടിയാണ്. തീർച്ചയായിട്ടും. ഗ്രേറ്റ് തിങ്. ഓക്കെ, നിങ്ങളുടെ ഈ ബിഗ് ബോസിൽ ഉണ്ടായിരുന്ന സമയത്ത് തന്നെ ഇതിനകത്ത് കുറെ ഇങ്ങനെ കേൾക്കുന്നുണ്ടല്ലോ, ഓരോന്നും പ്രണയങ്ങൾ അവിടെ സംഭവിക്കുന്നു, അത് അവിടെ പ്ലാൻഡ് ആയിട്ടുള്ള പ്രണയമാണ്, അല്ലെങ്കിൽ സ്ക്രിപ്റ്റഡ് ആയിട്ടുള്ള പ്രണയമാണ്, അല്ലെങ്കിൽ ശരിക്കും ജെനുവിൻ ആയിട്ടുള്ള പ്രണയങ്ങൾ. നമ്മൾ പലരുടെയും പ്രണയങ്ങൾ ഇതിനകം തന്നെ കണ്ടു കഴിഞ്ഞു. അതിനിടയിൽ മണിക്കുട്ടൻ അറിഞ്ഞിരുന്നു അവിടെ അനൂപിന് നടന്നിരുന്ന ഒരു പ്രണയ സംഭവങ്ങളും ഒക്കെ. പക്ഷെ അത് ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു, ഓൾറെഡി പുറത്തൊരു കമ്മിറ്റ്മെന്റ് ഉണ്ട്. അനൂപ് ഇതിനിടയിൽ ഒരു നേരത്തെ ഒരു ടെലിഫിലിം ചെയ്തില്ലേ, ഗീത? അതൊരു വെബ് സീരീസ് ആണ്. വെബ് സീരീസ് ആയിരുന്നു. അപ്പൊ അതും ഈ കൺമഷീൻ തമ്മിൽ എന്തെങ്കിലും ഇല്ല. അത് ഈ പറഞ്ഞ പോലെ എന്റെ ഫ്രണ്ട് ഉണ്ട്, ഭഗവാൻ ദാസിന്റെ രാമരാജ്യം എന്ന് പറഞ്ഞ സിനിമ ചെയ്ത റഷീദ്, അവര് ചെയ്തിട്ടുള്ള ആനോൺ ട്രെൻഡ്സിന് വേണ്ടി ചെയ്തിട്ടുള്ള ഒരു വെബ് സീരീസ് ആണ്. പക്ഷെ അത് ആക്ച്വലി ഇപ്രാവശ്യം CCL പോയപ്പോഴാണ് അതിന്റെ ഗുണം കിട്ടിയത് എനിക്ക്. അത് ഇവിടുത്തേനെക്കാട്ടിലും കുറച്ചും കൂടി ആൾക്കാർ കണ്ടിരിക്കുന്നത് വേറെ ലാംഗ്വേജ് അല്ല, തെലുഗു. തെലുഗുവിൽ അതിന്റെ റീമേക്ക് പോയിട്ട് തമിഴിലാണോ തെലുഗു അവിടുന്ന് എങ്ങനെയാണ്, എനിക്ക് അവിടുന്ന് ദുബായിൽ നിന്ന് അവര് നിങ്ങളുടെ ഒരു സംഭവം ഇങ്ങനത്തെ ഒരു സാധനം ഞങ്ങൾ കണ്ടിട്ടുണ്ട്. കാരണം ഞങ്ങള് പ്ലേയേഴ്സിനെ ഞങ്ങൾ ഫുള്ള് ലിസ്റ്റ് വന്നപ്പോൾ എല്ലാവരും ഞങ്ങൾ അനലൈസ് ചെയ്തിട്ടുണ്ടായിരുന്നു. മറ്റു ടീം അംഗങ്ങൾ പറഞ്ഞു അവര് നോക്കിയിട്ടുണ്ടായിരുന്നു. അങ്ങനെ അവര് കണ്ടത് ഈ ഒരു സംഭവമാണ്, തമിഴ് റീമേക്കോ തെലുഗു റീമേക്കോ കണ്ടവർ കണ്ടു എന്നൊക്കെ പറഞ്ഞിട്ട്. ഇവിടെ അധികം ആൾക്കാർ അങ്ങനെ കണ്ടിട്ടില്ല. ഞാനതിലൊരു ഈ പറഞ്ഞ ഒരു വില്ലൻ ഷെയ്ഡുള്ള ഒരു തമ്പുരാൻ പരിപാടിയൊക്കെയാണ് ചെയ്തിരിക്കുന്നത്. കുറച്ചൊരു എന്താ പറയാ, കുറച്ചൊരു നെഗറ്റീവ് ആയിട്ടുള്ള ഒരാള്. പക്ഷെ അത് അവർക്ക് ഭയങ്കര ഏറ്റു അവിടെ സംഭവം കലക്കി. നമ്മുടെ ഇവിടെ ഇതാണ് സബ് ജൂനിയർ NTR എന്നാണ് അറിയപ്പെടുന്നത് അവിടെ. അപ്പൊ ഇങ്ങനത്തെ ഈ ഒരു വില്ലത്തരം ഒക്കെ വെച്ചിട്ടാണോ അനൂപ് അപ്പൊ ഒരു പെൺകുട്ടിയെ പറ്റിച്ച ഒരു കഥയുണ്ട്, അത് മണിക്കറിയാമോ? ഒന്നാണല്ലേ, ബാക്കി എത്ര? എന്നാ അങ്ങനത്തെ ബിഗ് ബോസിലെ ഒരു പെൺകുട്ടീനെ അനൂപ് ചതിച്ച ഒരു കഥ. ദൈവമേ. റനീഷ അല്ലേ? റനീഷ നമസ്കാരം. നമസ്കാരം. ഞാൻ എറണാകുളം സിദ്ധാർത്ഥ്. ഹലോ. ഞാനൊന്ന് വണ്ടി സൈഡ് ആക്കിക്കോട്ടെ, ഒരു മിനിറ്റ്. ഹലോ. റനീഷ നമസ്കാരം, എന്റെ പേര് സിദ്ധാർത്ഥ് എന്നാണ്. പറഞ്ഞോളൂ. ഓക്കെ, റനീഷ തിരക്കിലാണോ? ഒരു 2 മിനിറ്റ്. നമ്മൾ നിങ്ങളുടെ പ്രോഗ്രാം കണ്ടിരുന്നു, ബിഗ് ബോസ് കണ്ടിരുന്നു. നല്ല പെർഫോമൻസും കാര്യങ്ങളായിരുന്നു, എസ്പെഷ്യലി ടാസ്കും കാര്യങ്ങളൊക്കെ. നമ്മൾ ഒരു പ്രോഗ്രാം പ്ലാൻ ചെയ്യുന്നുണ്ട് ഇവിടെ മലയാളത്തിലൊരു വൺ ഓഫ് ദ ലീഡിങ് ചാനലിലായിരിക്കും ടെലികാസ്റ്റ് ചെയ്യപ്പെടുന്നത്. അത് നമ്മളിപ്പോ പിച്ച് ചെയ്തുകൊണ്ടിരിക്കുന്നേ ഉള്ളൂ അതിന്റെ കാര്യങ്ങൾ. എന്തായാലും ഒരു ലീഡിങ് ചാനലിലായിരിക്കും നമ്മളത് എയർ ചെയ്യുന്നത് എന്തായാലും. ഇത് ഞാനിത് പറഞ്ഞുതരാം. ഇത് സംഭവം എന്താ പറഞ്ഞാലേ അല്ലെ, അത് കാണുന്നേക്കാളും നല്ല എന്താ വെച്ചാല് വേറെ ഒന്നും ഉണ്ടായിട്ടല്ല, അത് കുറച്ച് ലെങ്തി വീഡിയോ ആണ്. അതുകൊണ്ടാണ് ഇവളെ ഞാൻ വിളിച്ചിട്ട് പറഞ്ഞു, ഇങ്ങനെ നമ്മളിങ്ങനെ ഒരു പ്രോഗ്രാം പ്ലാൻ ചെയ്യുന്നുണ്ട്. അപ്പൊ അത് കുറച്ച് ആനിമൽസും നിങ്ങളും മാത്രം ഒരു പുഴയിലൊരു കൊട്ടയും കൂടെ പോകുന്നതാണ് പേര്. ഇവൾ ആദ്യം പ്രോഗ്രാം. ഓക്കെ, റനീഷ ലൈക്ക് ഞങ്ങൾ സീതാ കല്യാണം എന്ന് പറഞ്ഞ സീരിയലിൽ സീതയുടെ അനിയത്തിയായിട്ട് ഇവളാണ് സ്വാതി എന്ന് പറഞ്ഞ ക്യാരക്ടർ. ഞാനാണ് സീതയുടെ ഹസ്ബൻഡ് കല്യാണം. അതാണ് ഈ സീതാ കല്യാണം.
സോ അങ്ങനെ ഞങ്ങൾ നല്ല പരിചയമാണ്. ഷീസ് ഓൾമോസ്റ്റ് ലൈക്ക് മൈ സിസ്റ്റർ. ഓൾമോസ്റ്റ് അല്ല, ഷീസ് മൈ സിസ്റ്റർ. ലൈക്ക് എങ്ങനെയാണോ എൻ്റെ കുഞ്ചി എന്നോട് ബിഹേവ് ചെയ്യണം അതേപോലെ തന്നെയാണ് ഇവള് ബിഹേവ് ചെയ്യുക. സോ ആ ഒരുവിധ എല്ലാ പരിപാടികളും ഉണ്ട്. അപ്പൊ ഞാൻ അങ്ങനെ ഈ പറഞ്ഞ പോലെ ഞങ്ങൾ ബിഗ് ബോസിനകത്ത് നമ്മുടെ സ്ഥിരം വേട്ടമൃഗം ഉണ്ടായിരുന്നത് ഇവളാണ്, സൂര്യ. സൂര്യായിരുന്നു. ആണോ? പക്ഷെ ഇതിന്റെ ഇടയ്ക്ക് ഞാൻ ചോദിക്കട്ടെ, ഇതിപ്പോ നമ്മുടെ തന്നെ ചാനലിന്റെ മൈൽ സ്റ്റോണിന്റെ തന്നെ ഒരു പ്രാങ്ക് കോളിന് വേണ്ടിയിട്ടാണ് അനൂപ് ഇത് ചെയ്തത്. ഇന്റർവ്യൂ ഉണ്ടായിരുന്നു. അതെ, ഇന്റർവ്യൂവിന്റെ ഇടയില്. അപ്പൊ ഇതിന് ശേഷം ഈ കഴിഞ്ഞു കഴിഞ്ഞിട്ട് കോൾ കട്ട് ചെയ്ത് കഴിഞ്ഞിട്ട് ഷൂട്ട് കഴിഞ്ഞ് കഴിഞ്ഞപ്പം എന്താണ് രഞ്ജി തിരിച്ചു വിളിച്ചു പറഞ്ഞത്? അവള് വിളിച്ചു പറഞ്ഞു, ഞാൻ പറയാം, പക്ഷെ ഇവിടെ അത് ബീപ്പ് സ്വന്തം ചേട്ടനെ ആദ്യമായിട്ടായിരിക്കും ഒരു സഹോദരി ഇങ്ങനെ തെറിയും. നമുക്ക് ചായ കുടിച്ചുകൊണ്ട് സംസാരിക്കാം. നിങ്ങൾ എല്ലാരും ചായ കുടിക്കുമല്ലോ, ബ്ലാക്ക് ടീ. അപ്പൊ ബ്ലാക്ക് ടീ കുടിച്ചുകൊണ്ട് സംസാരിക്കാം. ഓക്കെ, യെസ്, ചിയേഴ്സ്. ഇത് ബ്ലാക്ക് ടീ തന്നെയാണ്. അതെ, ആവി ഉറക്കുന്നുണ്ട്. ഓക്കെ, ആ പറഞ്ഞോ, എന്താ പറഞ്ഞെന്ന് പറഞ്ഞോ. ടച്ചിങ്സ് ഇല്ല. ചായ കുറച്ച് ചൂടാവായിരുന്നു. തണുത്തുപോയി. അല്ല, അവിടെ ബിഗ് ബോസിനകത്ത് നമ്മൾ ഈ പറഞ്ഞ പോലെ പല പല പ്രാങ്കുകളായിട്ട് ബേസിക്കലി ടാസ്ക് വരാൻ കുറച്ച് സമയം എടുക്കും. 11 മണി അടി കൂടണമെന്നുണ്ടെങ്കിലും അതിനൊരു പരിധികളും പരിമിതികളും ഉണ്ട് അല്ലെ. എല്ലാ സമയത്തും അടി കൂടിക്കൊണ്ട് കഴിഞ്ഞാൽ ഒരു രസം ഉണ്ടാവില്ല. സോ നമ്മൾ ഇങ്ങനെ എന്തെങ്കിലുമൊക്കെ പരിപാടികളെ, മണിക്കൂട്ടനാണെങ്കിൽ പാട്ട് പാടും, ഡാൻസ് ചെയ്യും, ഓൾ ഇൻ ഓൾ എല്ലാ ഓൾറൗണ്ടർ പരിപാടി. നമ്മളും ഈ പറഞ്ഞ പോലെ ലൈക്ക് കളം നിക്കണമല്ലോ, 100 ദിവസം അവിടെ നിക്കണ്ടേ. സോ അങ്ങനെ പ്രാങ്കുകൾ സ്ഥിരം. സൂര്യായിരുന്നു പാവം ആ സമയത്ത് ഉണ്ടായിരുന്ന. സൂര്യക്ക് ഞങ്ങള് മുട്ട രാവിലെ ആകുമ്പോ എല്ലാവർക്കും ഈ 10-19 ആള് 18 ആളുണ്ടാവും. അപ്പൊ 18 മുട്ട വീതം ഞങ്ങൾ പുഴുങ്ങും. ഇതിന്റെ മുഴുവൻ ഓർമ്മയുണ്ട് ആ മറ്റേ ഷെല്ലെടുത്തിട്ട് കൊണ്ടുപോയി കൊടുത്തു ഇല്ല അല്ലെ. അപ്പൊ ആ ഷെല്ലെടുത്തിട്ട് സൂര്യയുടെ അടുത്ത് ഞാനും നോബിച്ചേട്ടൻ പോയിട്ട് പറഞ്ഞേ, പുറത്ത് റോസ് ഉണ്ട്, അതിന് ഇവള് പോയിട്ട് കണ്ടതേ ഇല്ല. ഇവള് പോയിട്ട് അവിടെ മറ്റേ ബൊഗൈൻവില്ല മാത്രമേ ഉള്ളൂ പറഞ്ഞിട്ട് തിരിച്ചു വന്നു. അപ്പൊ എഗെയിൻ ഞങ്ങള് പറഞ്ഞു, അല്ലടാ അവിടെ താഴത്തൊരു ചട്ടിയിൽ വെച്ചിട്ടുണ്ട് വീണ്ടും. അങ്ങനെ 3 വട്ടം അവളെ ഇതുപോലെയുള്ള പല പരിപാടികളും സ്ഥിരം അങ്ങനെ ചെയ്യും. പിന്നെ അതിന്റെ ശേഷം പിന്നെ എല്ലാവരും കണ്ടതാണ് എന്തൊക്കെ പരിപാടികൾ അവിടെ നടന്നു എന്നുള്ളത്. അതിന് ശേഷം എന്തൊക്കെ നടന്നുള്ളതൊക്കെ ലൈക്ക് അതിന്റെ ഒരു ട്രാക്കാണത്. അപ്പൊ ആ സമയത്ത് നടക്കേണ്ട പല കാര്യങ്ങളും പുറത്ത് ഡിസ്കഷൻ ആയ കാര്യങ്ങളൊക്കെ നമ്മൾ അതിന് ശേഷം വന്നതിന് ശേഷം പല പല ആൾക്കാരാണ്. ഇപ്പൊ നമ്മളുടെ ആയാൽ പോലും എന്റെ പോലും പല വിഷയങ്ങൾ ലൈക്ക് അതേപോലെ തന്നെ ഇപ്പൊ ഞാൻ അതിനുശേഷമാണ് ഞങ്ങൾ ആലോചിക്കുന്ന ഒരു 24/7 ആയിരുന്നെങ്കിൽ കുറച്ചുകൂടി നന്നായേനെ. ഇനി നമുക്ക് ഇവിടെ ഒരു ആക്ടർ ഉള്ള സ്ഥിതിക്ക് ഈ ആക്ടറിനെ വെച്ചിട്ട് അനുപിന്നെ ഒരു സംഭവം ഡയറക്ട് ചെയ്തൂടെ അല്ലേ? അല്ലേ? മണിക്ക് വേണ്ടിട്ട് ഞാൻ ചോദിച്ചത്. എന്റെ അമ്മേ, മണിക്ക് വേണ്ടിട്ട് ഞാൻ ചോദിക്കുക. ഞാൻ അനൂപിന്റെ അടുത്ത് എപ്പോഴും പറയാം, നമ്മൾ എന്തെങ്കിലും സംസാരിക്കുമ്പോ അനു, എടാ നമുക്ക് വേണ്ടി പ്രൊമോട്ട് ചെയ്യാൻ വേറെ ആരും വരില്ല. അവിടെ നമുക്ക് എവിടെയൊക്കെ അവസരം കിട്ടുമോ, നമുക്ക് എവിടെയൊക്കെ ഒരു വേദി കിട്ടും, അവിടെ നമ്മൾ തന്നെ നമ്മളെ പ്രൊമോട്ട് ചെയ്യണം. അതാണ് ശരിക്കും, അതാണ് ഇന്നത്തെ കാലം. അതാണല്ലോ, നമുക്ക് വേണ്ടി നമ്മൾ പറഞ്ഞില്ലെങ്കിൽ വേറെ ആരും പറയാനില്ല. സത്യം. ഇത് ഞാൻ മനസ്സിലാക്കുന്നിടത്തോളം ഈ ആരാണോ ആൾക്കാർ ഇവരാണ് ഇട്ട് കൊടുക്കുന്നത്. നമ്മള് കൊയ്യും അല്ലെ, നമ്മള് വിതയ്ക്കും, നമ്മൾ തന്നെ കൊയ്യും എന്നുള്ള ആ ഒരു ഇതാണെന്ന് എനിക്ക് തോന്നിയിരിക്കുന്നത്. അപ്പൊ നമ്മളായിട്ട് ഇട്ട് കൊടുക്കുന്ന അതെപ്പോഴും ഈ വിളിക്കുന്ന സമയത്തൊക്കെ എന്നോട് പറയണം, നമ്മളായിട്ട് തന്നെ എഫേർട്ട് ഇടണം, നമ്മളായിട്ട് തന്നെ. ഒരാളും നമുക്ക് വേണ്ടി പറയാനും സംസാരിക്കാനും എത്തില്ല. ഓക്കെ, ഞാൻ ഈ പറയുന്ന പോലെ ചില ഇന്റർവ്യൂസ് ഇപ്പം ആരെങ്കിലും ഇപ്പം ഞാൻ ധ്യാനിന്റെ ഒക്കെ ഇന്റർവ്യൂ ശ്രീനിവാസ് സാറും വിനീത് എണ്ണക്കും ധ്യാനിനെ ഇങ്ങനെ പുകഴ്ത്തി പറയും. വിനീത് അതേപോലെ ധ്യാനും എല്ലാരും. അപ്പൊ ഞാൻ ഇന്റർവ്യൂ കണ്ടിട്ടിരിക്കുമ്പോൾ ഞാൻ എന്റെ പപ്പയും അമ്മയടുത്തും എന്റെ ചേച്ചിമാരെ മക്കളൊക്കെ ഇരിക്കും, കണ്ടുപാടി കണ്ട ഓരോ മക്കളെ പറ്റി അല്ലെങ്കിൽ ഓരോ സഹോദരങ്ങളെ പറ്റി പറയണ കണ്ട നിങ്ങൾ ഇതേപോലെ പറഞ്ഞൂടെ. അപ്പൊ അവര് തിരിച്ചപ്പം പറയും, നീ ഇതേപോലെ അഭിനയിക്കും. അപ്പൊ നമ്മൾ അതുകൊണ്ട് വേറെ വെളിയിൽ ട്രോള എനിക്ക് ആള് വേണ്ട, വീട്ടിൽ തന്നെ ഉണ്ട്. അപ്പൊ ഞാൻ അതിനുശേഷം ഞാൻ എന്തൊക്കെ ചെയ്താലും എന്നെ പറ്റി മാത്രമേ ഞാൻ പറയുള്ളൂ. ഞാൻ ഒരു പ്രോഗ്രാമിനെ കുറിച്ചോ ഒരു വേറെ എന്റെ സിനിമ എന്റെതല്ല, എന്റെ കാര്യം. ഞാൻ ആക്ച്വലി കഴിഞ്ഞ ദിവസം വിളിച്ചിരുന്നു കേട്ടോ. അപ്പൊ ഈ നടികർ കണ്ടതിന്റെ ശേഷം അപ്പൊ നടികറിന്റെ നമ്മൾ അവിടെ ഉള്ള സമയത്ത് ഈ ബിഗ് ബോസ് നമുക്ക് ഭയങ്കര ഒരു ദിവസം ഭയങ്കര സസ്പെൻസ് പോലെ ഒരു സംഭവം ഉണ്ടായി. പെട്ടെന്ന് മണിക്കുട്ടനെ കൺഫെഷൻ റൂമിലേക്ക് വിളിക്കുന്നു, ബിഗ് ബോസ് വിളിക്കുന്നു. അപ്പൊ നമ്മള് എന്താ സംഭവം എന്നറിയില്ല. അവിടുന്ന് ഞങ്ങളൊക്കെ അപ്പുറത്തും ഇപ്പുറത്തൊക്കെ ഇരിക്കുന്ന സമയത്ത് മണിക്കുട്ടന്റെ ഒരു അലർച്ച കേൾക്കുന്നുണ്ട്. ഭയങ്കരമായിട്ട് ഒരു ഓ എന്നൊക്കെ പറഞ്ഞിട്ട് ഭയങ്കര ശബ്ദം കേൾക്കും. എന്തിനപ്പ അതിൻ്റെ ഉള്ളിൽ ഒരു ഷോക്ക് അടിച്ച എന്നുള്ള മൂഡിലാണ് ഞങ്ങൾ എല്ലാവരും ഇരിക്കണേ. കുറച്ച് കഴിഞ്ഞ് വന്ന് അപ്പൊ മണിക്കുട്ടൻ ഒരു 15 മിനിറ്റോളൊക്കെ കഴിഞ്ഞു, 15-20 മിനിറ്റിന്റെ അടുത്തായിരുന്നു ഏകദേശം തോന്നുന്നുണ്ട്. കുറച്ച് കഴിഞ്ഞ് വന്നു. മണിക്കുട്ടൻ വന്നതിന്റെ ശേഷം അകത്തിരുത്തി, അല്ലെങ്കിൽ നമ്മളെല്ലാരും വിളിച്ച് ഇങ്ങനെ ഇരുത്തി, എല്ലാരും വരിക്കും ഒരു കാര്യം പറയാണ്ട് പറഞ്ഞു. മണിക്കുട്ടന്റെ മുഖത്താണെങ്കിൽ അതുവരില്ലാത്ത സീരിയസ് ഗൗരവം. പിന്നെ അവിടുന്ന് അനൗൺസ് ചെയ്ത് ഇങ്ങനെ മരക്കാറിന്
നാഷണൽ അവാർഡ് ഉണ്ട്. അപ്പൊ ഞാൻ എന്റെ ഭാഗമായിരുന്നു മരക്കാർ. ആ ഭാഗോ നല്ലൊരു വേഷം ഞാൻ എന്റെ അതെ അതെ സിനിമയുടെ അതിന്റെ ഒരു ഭാഗമായിരുന്നു. ഇത് ശരിക്കും ഭയങ്കര നല്ലൊരു ഇത് തന്നെ. നമുക്കുണ്ടാവുന്ന ഫീലിംഗ് പറഞ്ഞാൽ നമ്മുടെ കൂടെയുള്ള ഒരാളുടെ നാഷണൽ അവാർഡ് ഇപ്പം അങ്ങനെ ഇപ്പൊ അനു പറഞ്ഞില്ല നടികർ സിനിമ കണ്ടിട്ട് എന്നെ ഇഷ്ടപ്പെട്ട് വിളിച്ചു. ഈ സിനിമ എന്റെ പാരന്റ്സ് കാണാൻ പോയപ്പോ ഞാൻ വീട്ടിൽ വന്നു ഞാൻ ചോദിച്ചു എങ്ങനെയുണ്ട്, കുഴപ്പമില്ല. അതിൽ ഞാൻ പോലീസും പട്ടാളമായിട്ട് അഭിനയിച്ചു രണ്ട് ഒരു സിനിമയിൽ. കാരണം സിനിമയ്ക്കുള്ളിലെ സിനിമയാണ്. ഒരു സിനിമയിൽ തന്നെ പോലീസും പട്ടാളമായിട്ട് അഭിനയിക്കാൻ പറ്റിയ ഭാഗ്യം എനിക്ക് കിട്ടിയിട്ടുണ്ട്. അപ്പൊ അവര് പറഞ്ഞു കുഴപ്പമില്ല, ഈ പട്ടാളക്കാരും ഓക്കെയാണ്. പോലീസ് ഏതാണ്ട് ഒരു പോലീസ് പോലെ തോന്നുന്നുണ്ട്. അപ്പൊ പക്ഷെ എന്റെ ഫ്രണ്ട്സ് ഒക്കെ വിളിച്ചിട്ട് എന്നെ നല്ല അഭിപ്രായം പറയും. പക്ഷെ വീട്ടിൽ ഓക്കെ അല്ല ഞാൻ എന്താ പറഞ്ഞാല് എനിക്ക് എന്താ പറഞ്ഞാല് മണിക്കുട്ടന്റെ ആ ഒരു തിക് മുസ്റ്റാഷിന്റെ ഒരു ലൈക്ക് ഒരു കട്ടി മീശ അപ്പിയറൻസ് അധികം മണിക്കുട്ടന് വന്നിട്ടില്ല. അത് പല സ്ഥലത്തുമായിട്ട് എനിക്ക് തോന്നുന്നു ചില ഇന്റർവ്യൂസിലോ വല്ല വീഡിയോ അങ്ങനത്തെ ഷോർട്സ് പോലെയുള്ള പരിപാടിയിലേക്ക് വന്നിട്ടുള്ളൂ. പക്ഷെ അത് എനിക്ക് ഭയങ്കര ഒരു ലൈക്ക് ഓക്കെ ഒരു ഇങ്ങനത്തെ ഒരു പരിപാടിയിലേക്ക് മണിക്കുട്ടനെ അപ്പോൾ അതിന് പറ്റിയൊരു കഥ എഴുതൂ. അല്ല. ഇവിടെ മുസ്റ്റാഷ് മീശ കട്ടിക്ക് മുളച്ചു വരുന്ന പ്രായമായിട്ടേ ഉള്ളൂ. അപ്പൊ അനു താങ്ക് യു സോ മച്ച്. ഒരുപാട് സന്തോഷം. ഷഫീഖ് ഞാൻ വിചാരിച്ചില്ല. അതാണ് ക്രിക്കറ്റിനെ കുറിച്ച് പറഞ്ഞപ്പോ പിന്നെ ഷഫീഖിനെ കുറിച്ച് ഷഫീഖ് അന്നേരം വരണ്ടേ, കറക്റ്റ് സമയത്ത് എൻട്രി ചെയ്യണ്ടേ. ഷഫീഖിന്റെ ഈ ബോളിംഗ് സ്റ്റൈൽ ഉണ്ടല്ലോ, അതൊരു പ്രത്യേകതരം ബോളിംഗ് സ്റ്റൈലാണ്.